ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലാമിസ് ബോട്ടിക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ നമ്മുടെ പഴയ ഷർട്ടിനെ ഒരുപാട് ഷർട്ടൊക്കെ ഇങ്ങനെ അൽമാരയിൽ അട്ടി വെച്ചിട്ടും അതൊക്കെ ഒന്ന് എടുത്ത് വരും. എന്നിട്ട് നമുക്കതിനൊന്ന് പില്ലോ കവറാക്കി മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ തലയണ കവറാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും തന്നെ മറക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കയ്യിലുള്ള തലയണ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് ശ്രദ്ധിക്കുക, തലയണയുടെ സെൻറ്റർ ഭാഗവും നമ്മൾ ബട്ടൺ എടുത്ത ഭാഗവും ഒരുപോലെ വെച്ചിട്ട് വേണം എടുക്കാൻ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഒരുപാട് ഷർട്ടിൻ്റെ സൈസിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന പില്ലോ കവർ. ഓക്കെ, അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ സൈസിനനുസരിച്ച് ഒന്ന് ചോക്ക് കൊണ്ട് വരച്ചെടുക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, അളവ് കാര്യങ്ങൾ ടാപ്പ് ഒന്നും ഇതിന് ആവശ്യമില്ല. ആർക്കും തയ്ക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പില്ലോക്ക് അനുസരിച്ച് നമ്മൾ അളവിനനുസരിച്ചിട്ട് ചോക്ക് കൊണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ വരച്ചതിൻ്റെ ഈ കള്ളിയുടെ തൊട്ടപ്പുറത്ത് ഒരു 2 ഇഞ്ച് മാറി, 2 ഇഞ്ച് എന്നൊന്നും അളവെടുക്കേണ്ട, കുറച്ചപ്പുറത്തേക്ക് നിങ്ങളൊന്നും കൂടി വരച്ചെടുക്കുക. അതുപോലെ ഒന്ന്, ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ സ്കെയിൽ വെച്ചിട്ട് വളയാതിരിക്കൊന്ന് അങ്ങനെ തന്നെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് വരച്ചെടുക്കുക. ഓക്കെ, ഒരു 2 ഇഞ്ച് മാറി എന്ന് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കണം, ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്താൽ മതി. ഇതൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പില്ലോ ഒന്ന് ഡിസൈൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യേണ്ടത്, ഇനി ഈ നമ്മളിപ്പോൾ വരച്ച ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഉൾവശത്ത് വര അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ പുറം ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഷർട്ടാണ്, കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിങ് കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പതുക്കെ അങ്ങനെ വെട്ടിക്കൊടുക്കുക, ഒക്കെ ലെവലാക്കി എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഈ വെട്ടിയെടുത്ത ഭാഗങ്ങളുണ്ടല്ലോ, ബട്ടൺസ് ഒന്നും അയച്ചിടരുത്, ബട്ടൺസ് ഒന്നും പറിച്ച് കളയാനും ചെയ്യരുത്. ഓക്കെ, നമ്മളിപ്പോൾ വരച്ചെടുത്തതും വെട്ടിയൊക്കെ നല്ല വശത്താണല്ലേ ഷർട്ടിൻ്റെ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉൾവശം എടുക്കണം, ചീത്തവശം എടുക്കാം. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒന്നും കൂടി വെച്ചിട്ട് നിങ്ങളെ നീളം വീതിയൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. 2 ഭാഗം ഒരുപോലെ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ 4 വശം കൂടി ഒന്ന് തയ്ച്ചെടുക്കാം. ഒരുപാട് വീതിയിലൊന്നും തയ്ക്കരുത്, നമ്മൾ മാക്സിമം അളവ് എടുത്തതാണല്ലോ. അപ്പോൾ കുറച്ചൊരു 4 ഇഞ്ച് വീതി കൊടുത്തിട്ട് അതൊന്ന് ചുറ്റുവശം തയ്ച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ തയ്ച്ചെടുത്തിട്ട് വരാം. ഇതാ 4 ഭാഗം തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒരു കുറഞ്ഞ 4 ഇഞ്ച് കനത്തിലാണ് തയ്ക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും 4 ഭാഗം സ്റ്റിച്ച് ചെയ്തു, ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യുക, വിഷമിക്കേണ്ടതാകും, ബട്ടൺസാണ് കേട്ടോ. ഈ ബട്ടണൊക്കെ ഒന്ന് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് നമുക്ക് പില്ലോ കവർ നമുക്കിങ്ങനെ മറിച്ചെടുക്കുക. അതിൻ്റെ ഉൾവശം നല്ല വശം എടുക്കുക. ഇത് ഒക്കെ നല്ല ഒരു കത്രിക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ ചെയ്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ചതുരം വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കുത്തി പുറത്തെടുത്തിട്ട് നല്ല വൃത്തിയിൽ ഒന്ന് പിടിച്ചെടുക്കുക. ഒന്ന് കുടഞ്ഞൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വെക്കുക കേട്ടോ. അതിനുശേഷം ആ ബട്ടൺസുകളുണ്ട്, നമ്മൾ അയച്ചിട്ട ബട്ടൺസുകളൊക്കെ ഒന്നിട്ട് കൊടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം നേരത്തെ വരച്ചെടുത്തൊരു വരയുണ്ടല്ലോ, അത് ശ്രദ്ധിക്കാണ്ടോ. ആ മടക്കുകളൊക്കെ ഒന്ന് നേർത്തി വെച്ചിട്ട് ആ വരയുടെ അതിലൂടെ ഒന്നുകൂടി നമുക്കൊന്ന് തയ്ച്ചിട്ട് വരാം. ഇത്രയുള്ള മെഷീനിൽ നമുക്ക് ഏകദേശം പണി കഴിയാറായിട്ടോ. അപ്പോൾ നമുക്ക് ആ വരയിലൂടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ പില്ലോ കവറിൻ്റെ സെയിം കളർ നൂലല്ല ഉപയോഗിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പില്ലോ ഒന്ന് മാക്സിമം ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ സിഗ്സാഗ് സ്റ്റിച്ചൊക്കെയാണ് നിങ്ങൾ നോർമൽ മെഷീനാണെങ്കിൽ സാധാ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു കളറൊക്കെ മാറ്റി കൊടുക്കുക. നമുക്ക് ഭംഗിക്ക് വേണ്ടിയാണ്. നമ്മുടെ പില്ലോ അല്ലേ, നമ്മളെപ്പോഴും റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ബെഡ്റൂമിൽ കിടക്കേണ്ടതല്ലേ. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ബെഡ്റൂമും നമ്മളെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നമ്മളെപ്പോഴും ഭംഗിയാക്കാൻ ശ്രമിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പില്ലോ കവറിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് പില്ലോ കവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബട്ടൺസൊക്കെ ഒന്ന് അയച്ചിട്ട് നമ്മുടെ പില്ലോ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെക്കുക കേട്ടോ. കുറച്ച് ടൈറ്റ് ആയിരിക്കും, ഇപ്പോൾ ഒന്ന് കൂട്ടി പിടിച്ചിട്ടൊക്കെ ഒന്ന് നല്ല രീതിയിലേക്ക് കയറ്റി കൊടുക്കുക. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് പില്ലോ നല്ല രീതിയിൽ കിട്ടുന്നതാണ്. ഓക്കെ, ഇതുപോലെയൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ബട്ടൺ ഇട്ട് കൊടുക്കുക അല്ലേ. പിന്നെ നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബട്ടൺസ് അയച്ച് കൊടുക്കുക. കവറൊന്ന് വാഷ് ചെയ്യുക, അതിന് ശേഷം വീണ്ടും ഇതുപോലെ ചെയ്തെടുത്താൽ മതി അല്ലേ. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മളെ പഴയ ഷർട്ടാണെങ്കിൽ വെറുതെ കളയും വേണ്ട, ഇതുപോലെ പുതിയ പില്ലോ കവറായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും ചെയ്യരുത്. ഓക്കെ, അതുപോലെ നമുക്ക് ഇനിയും വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ നമ്മളെല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. സേഫായിരിക്കട്ടെ അല്ലേ. നമ്മുടെ വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കില്ലേ, ഉരുൾപൊട്ടി ഒരുപാട് നമ്മുടെ കൂടപ്പിറപ്പുകൾ ഒരുപാട് നഷ്ടപ്പെട്ടു, ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥ നമുക്ക് ആർക്കും ഇനി ഒരിക്കലും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളെല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുക, മാക്സിമം ചെയ്തു കൊടുക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന അവധി ആഘോഷമാക്കരുത്, മക്കളെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ ജീവനും
നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ഒരു നിമിഷം നഷ്ടപ്പെട്ടു പോയില്ലേ. വല്ലാത്തൊരവസ്ഥയാണ്. ഇനി ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. എല്ലാവരും നല്ല രീതിയിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ.